ഹായ് ഫ്രണ്ട്സ്, ട്രെൻഡ്സെറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നരച്ച മുടി കറുപ്പിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്നാൽ നമ്മുടെ വാഹനങ്ങളുടെ കാര്യമോ? ഒരു വാഹനം വാങ്ങിയാൽ ആദ്യം കുറേ നാളൊക്കെ എല്ലാവരും നല്ല കെയർ കൊടുക്കും. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? പ്രത്യേകിച്ച് അതിൻ്റെ പ്ലാസ്റ്റിക് പാർട്സ് ആകെ നരച്ച് വികൃതമായിരിക്കും. ഇതുപോലൊരു വാഹനമാണ് ഇന്നത്തെ നമ്മുടെ പ്രോജക്റ്റ് വെഹിക്കിൾ. 2012 മോഡൽ ഒരു ഹോണ്ട ആക്റ്റീവയാണ് ഞാനിവിടെ പ്രോജക്റ്റ് വെഹിക്കിളായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് വാങ്ങിയ സമയത്ത് ഇതിൻ്റെ പ്ലാസ്റ്റിക് പാർട്സ് എല്ലാം നല്ല കറുപ്പായിട്ട് നല്ല ഷൈനിങ് ആയിട്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ 8 വർഷമായി. ഈ 8 വർഷത്തെ വെയിലും ചൂടുമൊക്കെ കൊണ്ട് അതിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം ആകെ നരച്ച് വെളുത്ത് വൃത്തികേടായിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഡാഷ്ബോർഡ് ക്ലീനർ എന്ന പ്രോഡക്റ്റാണ്. ഇന്ത്യൻ വിപണിയിൽ പലതരം ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഫോർമുല 1 എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ബ്രാൻഡിൻ്റെ പ്രൊമോഷനോ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷനോ പെയ്ഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഈ പ്രോഡക്റ്റ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ ഈ ബ്രാൻഡ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് ഉപയോഗിച്ചാൽ പ്ലാസ്റ്റിക്കിനൊരു മാറ്റ് ഫിനിഷാണ് ലഭിക്കുക. മറ്റ് പല ബ്രാൻഡുകളുടെയും പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചാൽ ഒരു ഗ്ലോസി ഫിനിഷാണ് അതിനകത്ത് ലഭിക്കുക. പക്ഷേ ഡാഷ്ബോർഡ് പ്ലാസ്റ്റിക്കിന് എപ്പോഴും മാറ്റ് ഫിനിഷാണ് നല്ലത്. ഇനി നമുക്കതിൻ്റെ പ്രോസസ്സിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് വെള്ളമൊഴിച്ച് വണ്ടി കഴുകുക എന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ പ്ലാസ്റ്റിക് പാർട്സൊക്കെ ഒരു ഷാമ്പു ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം.
ഇനി വെള്ളമെല്ലാം തുടച്ച് പ്ലാസ്റ്റിക് എല്ലാം നന്നായി ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഡാഷ്ബോർഡ് പോളിഷ് പ്ലാസ്റ്റിക്കിലേക്ക് അപ്ലൈ ചെയ്യാം. ഓവർ സ്പ്രേ ഒഴിവാക്കാൻ ഒരു സോഫ്റ്റ് കോട്ടൺ ക്ലോത്തിലേക്ക് ഇത് സ്പ്രേ ചെയ്ത ശേഷം അത് നമ്മൾ പ്ലാസ്റ്റിക്കിലേക്ക് നന്നായി റബ്ബ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഇല്ലാതെയാവും. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് വാങ്ങിക്കാവുന്നതാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ആദ്യമേ നമുക്ക് ഒന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകാം. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക്
ആദ്യമായിട്ട് നമുക്ക് വണ്ടി ഒന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഷാമ്പു ഉപയോഗിച്ച് ഒരു ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് വണ്ടിയുടെ പ്ലാസ്റ്റിക് പാർട്സ് കഴുകുക എന്നുള്ളതാണ്. ഇതിനായിട്ട് പ്ലാസ്റ്റിക് പാർട്സിൻ്റെ ഇടയിലുള്ള ചെളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്രഷും കൂടെ ഇതിനകത്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് പ്ലാസ്റ്റിക് പാർട്സിൻ്റെ ഇടയിലെ ചെളിയൊക്കെ കഴുകി കളയുന്നതിനായിട്ട് ഒരു ബ്രഷും ഷാമ്പുവും ഉപയോഗിച്ച് നന്നായിട്ട് കഴുകാം. അതും ശരിയായില്ല. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ പ്ലാസ്റ്റിക് പാർട്സ് എല്ലാം ഒരു ഷാമ്പു ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇത് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോ കട്ട്